ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചിരവയ്ക്ക് ചെറിയൊരു പ്രശ്നം, അതുകൊണ്ട് ഉറയ്ക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ തേങ്ങയെല്ലാം അരിഞ്ഞങ്ങ് ഇടുക. ഒരു 10-12 പേർക്കുള്ള ചമ്മന്തിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അതിനുള്ള ഇഡലിക്കുള്ള ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ആവശ്യം കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 3-4 പച്ചമുളക്, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, അല്ലെങ്കിൽ ഒരു 1-2 സവോള നമുക്ക് ചേർക്കാം. അത് ഉള്ളി പൊളിക്കാൻ മടിയുള്ളവർക്ക് സവോള അതിൻ്റെ ചേർക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. 3 പച്ചമുളക് നമ്മളതിൻ്റെ അത് ചേർത്ത് ഒറ്റ അടിക്ക് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. തേങ്ങാപ്പീരയാണ് നമുക്ക് ഒറ്റ അടിക്ക് അരച്ചെടുക്കാം. നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടുവാണല്ലേ, അത് നല്ലതായിരിക്കും. അത് ആവശ്യമുള്ള ഉപ്പ് അതിൻ്റെ അകത്ത് ചേർത്തങ്ങ് നമ്മൾ അരയ്ക്കുവാണ്, അതായിരിക്കും നല്ലത്. എന്നാൽ നമ്മൾ കടുകെല്ലാം താളിച്ച് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ഈ പരുവത്തിൽ വേണം തേങ്ങ അരച്ചെടുക്കാൻ. കടുക് താളിച്ച് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും പച്ചമുളകും നമ്മുടെ ഉണക്കമുളകും അതിൻ്റെ അത് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് റെഡിയാക്കിയേ. എന്നിട്ട് നമ്മുടെ അരച്ച് വെച്ച തേങ്ങ അതിൻ്റെ ഒഴിച്ചു.